വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം ഭാഗം 7. പിറ്റേ ദിവസം കാലത്ത് ഓഫീസിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരുന്ന വേദിക ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ എടുത്ത് നോക്കുന്നത് കണ്ടാണ് ഷെറിൻ അവളെ ശ്രദ്ധിച്ചത്. എന്തോന്നാടി പതിവില്ലാതെ കോഴി ചെക്കി നോക്കുന്നത് പോലെ മൊബൈലിൽ തോണ്ടുന്നേ? ഷെറിനെ നോക്കി ചുമൽ കുച്ചി കാണിച്ചിട്ട് അവൾ വീണ്ടും മൊബൈലിലേക്ക് ശ്രദ്ധിച്ചു. ഒരു മെസ്സേജ് പോലുമില്ല. സാധാരണ ആൺപിള്ളേര് കൊള്ളാവുന്നൊരു പെങ്കൊച്ചിന്റെ നമ്പർ കിട്ടിയാൽ ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും അയക്കൂല്ലേ? ചോടത്തിണ്ടി. അറിയാതെ അല്പം ഉച്ചത്തിലായിപ്പോയി ആ സംബോധന. നാക്ക് കടിക്കുന്നതിനിടയിൽ തന്നെ ഷെറിന്റെ ചോദ്യവും വന്നു. ആരെയാടി കാലത്തെ തന്നെ തെറി പറയുന്നേ? തന്നെ ചുഴിഞ്ഞു നോക്കുന്ന ആ കണ്ണുകൾക്ക് മുന്നിൽ വേദിക തല താഴ്ത്തി. ആ കോന്തനെ. ആര്? ഏതുവിനെയോ? എളിക്ക് കൈകുത്തി നിന്നുകൊണ്ട് ചോദിക്കുന്ന ഷെറിനെ നോക്കി അവൾ തല ഇളക്കി. എന്നാ പറ്റി? ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും അയച്ചൂടെ? അലവലാതി. മുഖം വീർപ്പിച്ചുകൊണ്ട് മൊബൈലിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് വേദിക പരിഭവിച്ചു. പിന്നെ നിനക്ക് ഗുഡ് മോർണിംഗ് അയക്കാനായിട്ട് നീ അവന്റെ അമ്മായിയുടെ മോളല്ലേ? ഏറ്റ് വന്നേടി, പോകാൻ സമയമായി. എനിക്കന്ന് ഔട്ട്ഡോർ റൂം ഉള്ളതാ. ആ സമയത്താണ് പുറത്ത് കാളിംഗ് ബെൽ മുഴങ്ങിയത്. ഇതാരപ്പ ഈ നേരത്തെ മെയിൻ ഡോറിൽ മണി മുഴക്കുന്നേ? നീ ഒന്ന് ചെന്ന് നോക്കിക്കേ. ഡി വേദി, ഇടി നിന്നോടാ പറഞ്ഞെന്ന്. ഗുഡ് മോർണിംഗ് വരാത്തതിനെ പറ്റി കലങ്കുഷമായി ചിന്തിച്ചുകൊണ്ട് നഖവും കടിച്ചു നിൽക്കുന്ന വേദികയോട് ഷെറിൻ ഒച്ചയെടുത്തു. എനിക്കെങ്ങും വയ്യ, നീ പോയി നോക്ക്. വാട്സാപ്പ് പിന്നെയും തിരിച്ചും മറിച്ചും ചുരണ്ടിക്കൊണ്ട് വേദിക അവിടെ തന്നെ നിന്നതേയുള്ളൂ. വീണ്ടും മണിമുഴക്കം. നാശം. നെറ്റിയിൽ തല്ലിക്കൊണ്ട് ഷെറിൻ പുറത്തേക്ക് ചെന്ന് വാതിൽ തുറന്നപ്പോൾ തരക്കേടില്ലാത്തൊരു കോഴി ഷർട്ടൊക്കെ ഇൻ ചെയ്ത് കഴുത്തിലൊരു ടാഗും തൂക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. ഷെറിനെ കണ്ടതും എലി പുന്നല് കണ്ടതുപോലൊരു പ്രകാശം അവന്റെ മുഖത്ത് വിരിഞ്ഞു. ആരാ? ഞാൻ യദു. യദുവോ? അല്ല, ഈ യദു അവൻ താമസിക്കുന്നത് ഇവിടെയല്ലേ? അകത്തേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ട് വന്നവൻ പറഞ്ഞു. ഇതെങ്ങോട്ടേ തള്ളിക്കയറി പോകുന്നേ? യദു ഇവിടെയല്ല, അവൻ അപ്പുറത്തെ മുറിയാ. ഷെറിൻ യദുവിന്റെ മുറി ചൂണ്ടിക്കാട്ടി. അപ്പോഴേക്കും വേദികയും അങ്ങോട്ട് വന്ന് എത്തി നോക്കി. ദേ മറ്റൊരു കുന്നില്ലേ? ലവന്റെ പ്രകാശം അങ്ങ് കൂടി. അല്ല, ഇയാള് പോയില്ലേ? വാതിലടക്കാൻ പോയ ഷെറിൻ അവന്റെ ആ വായും പൊളിച്ചുള്ള നിൽപ്പ് കണ്ട് ചോദിച്ചു. എവിടെയോ കണ്ട് നല്ല പരിചയം. അങ്ങനെ പലതും തോന്നുന്നു. ഇയാള് പോകാൻ നോക്കിക്കേ. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ അവനോട് ചോദിച്ചു. ഈടോ, താൻ ശ്രീകുമാറല്ലേ? തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവൻ നടത്തം നിർത്തി അവളെ നോക്കി വായും പൊളിച്ചുകൊണ്ട് ഇളിച്ചു. അതെ, എന്നെ അറിയോ? പിന്നെ ഈ വായും പൊളിച്ചുള്ള നിൽപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി യദുവിന്റെ കൂട്ടുകാരനാണെന്ന്. ഇയാള് ചെല്ലി. അതും പറഞ്ഞ് വാതിലടച്ചിട്ട് ഷെറിൻ പുറകിൽ നിന്നിരുന്ന വേദികയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു. ഈ മോളെ, ആദ്യം നമുക്ക് ഇവനെ കുപ്പിയിലാക്കാം. ഇവൻ വഴിയാ യദുവിനെ പറ്റി കൂടുതൽ അറിയാൻ പറ്റും. എന്നാ ഇപ്പൊ തന്നെ നമുക്കങ്ങ് വിളിച്ചു ചോദിച്ചാലോ? സ്വതസിദ്ധമായ ആവേശത്തിന്റെ പുറത്ത് വേദിക ചോദിച്ചു. ഫസ്റ്റ് നീ വന്നേ, സമയം പോയി, നമുക്ക് ഇറങ്ങാം. അകത്തേക്ക് നടക്കുന്നതിനിടയിൽ ഷെറിൻ പറഞ്ഞത് കേട്ടെങ്കിലും ശ്രീകുമാർ പോയ വഴിയിലേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു വേദിക. ഡീ, ഓ വന്ന്. മുറിയിലേക്കുള്ള വാതിൽക്കൽ ചെന്ന് ഷെറിൻ വിളിക്കുന്നത് കേട്ട് ഒന്ന് ഞെട്ടിയ അവൾ ധൃതി പിടിച്ച് മുറിക്കകത്തേക്ക് നടന്നു. എന്നാലും ആദ്യം വന്ന പെങ്കുച്ചിനെ എവിടെയോ കണ്ടു നല്ല പരിചയമുണ്ട്. ആരാണാവോ അത്? അടഞ്ഞ വാതിലിന് മുന്നിൽ നിന്നും ആലോചിച്ചുകൊണ്ട് നിലാവത്തഴിച്ചുവിട്ട കോഴിയെപ്പോലെ നടന്ന് യദുവിന്റെ മുറിയുടെ വാതിലിന്റെ മുന്നിലെത്തി കാളിംഗ് ബെൽ അമർത്തിയ ശേഷം ആലോചിച്ചും കൊണ്ടുനിന്ന സ്ത്രീ യദു വന്ന് വാതിൽ തുറന്നതുപോലും അറിഞ്ഞില്ല. ഡാ, നീ ഇത് ആരെ കെട്ടിക്കുന്ന കാര്യമായി കണക്കൂട്ടുന്നേ? വാതിൽ തുറന്നത് ശ്രദ്ധിക്കാതെ മുകളിലേക്ക് നോക്കി കൈവിരലുകൾ കൊണ്ട് ആകാശത്ത് കണക്ക് കൂട്ടുന്ന ശ്രീകുമാറിനെ കണ്ട് യദു ചോദിച്ചു. തുറന്നോ? എന്റെ അളിയാ, ഏതാട് അപ്പുറത്തെ 2 പീസുകള്? തുറന്ന വാതിലിലൂടെ അകത്തേക്ക് പാഞ്ഞു കയറി കട്ടിലിരുന്നിട്ട് സ്ത്രീ ചോദിച്ചു. ഏത്? എട കോപ്പ അപ്പുറത്തെ മുറിയിലുള്ളതേ.
നിന്നെ ഇവിടെ താമസിപ്പിക്കുന്ന കാര്യം അന്വേഷിച്ചപ്പോ ആ വർഗീസ് അങ്കിൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതേയില്ല. ഓ അതോ, എടാ അത് ഷെറിനും വേദികയും അവരപ്പുറത്തെ പോർഷനിൽ താമസിക്കുന്ന പിള്ളേരാ. നീ എന്തിനാ അങ്ങോട്ട് പോയേ? കിളി പോയ ശ്രീകുമാർ ഏതു ചോദിച്ചതൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഷെറിൻ ശ്രീകുമാർ, അതത്ര പോരാ. വേദിക ശ്രീകുമാർ, അത് കൊള്ളാം, അത് മതി, അത് കലക്കും. മരപ്പോത്തെ, നീ ഇതെന്തോന്ന് ഇരുന്ന് പിറുപിറുക്കുന്നേ? എടാ നീ എന്തിനാ അങ്ങോട്ട് പോയതെന്ന് അല്പം ഉറക്കെ ചോദിച്ചതോടെ ഒന്ന് ഞെട്ടി ഉണർന്ന ശ്രീകുമാർ അവനെ മിഴിച്ചു നോക്കി. അത് പിന്നെ എനിക്കറിയാമോ, നീ മുകളിലാ താമസിക്കുന്നതെന്നല്ലേ അങ്കിൾ പറഞ്ഞത്. രണ്ട് തരുണീമണികളുടെ കൂടെയാണെന്ന് പറഞ്ഞില്ല? ആരും പറഞ്ഞില്ല. ശ്രീകുമാർ നെടുമുടി വേണുവിന്റെ എക്സ്പ്രഷൻ അങ്ങിട്ടു. ഓ അത് ശരി. ഓ എന്നാലും എന്റെടാവേ, നിന്റെ ഒരു യോഗേ. അല്ല, ഞാനേ ഇങ്ങോട്ട് താമസം മാറ്റിയാലെന്ന് ആലോചിക്കുക. അപ്പോ നിനക്കൊരു കൂട്ടാകുമല്ലോ. ഏത്? കൂട്ടത്തിലേ എനിക്ക് ഒരു പണിയും ആകുമല്ലോ. വേണ്ട മോനെ. അയ്യടാ, നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. അയ്യതു, അതായത് നല്ല വെട്ടുപ്പായിട്ട് മനസ്സിലായി. അതല്ലേ വേണ്ടെന്ന് പറഞ്ഞത്. ശ്രീകുമാർ പറഞ്ഞു വന്നത് കൈ ഉയർത്തി തടഞ്ഞുകൊണ്ട് യദു പറഞ്ഞു. അല്ലെങ്കിലും എറിയാനറിയാവുന്നതിന്റെ കയ്യിലേ ദൈവം അടി കൊടുക്കൂല. പോട്ടെ. എടാ, രാത്രി കിടക്കുന്ന എങ്ങനെയാടാ? അത് പിന്നെ രാത്രിയാകുമ്പോഴേ ഞങ്ങൾ ഈ 2 കട്ടിലും അങ്ങ് അടുപ്പിച്ചിടും. എന്നിട്ട് ഞാൻ നടുക്ക് കിടക്കും. ഒരു തമാശക്കാരൻ. ചെന്നാലും അവരെ ശരിക്കൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. ഇനി സമയമുണ്ടല്ലോ. എടാ, ഏതോ അവര് പഠിക്കുകയാണോ അതോ ജോലിയാണോ? വർക്കിംഗ് ആടാ. എവിടെ? ന്യൂസ് വിഷനിൽ. എവിടെ? ന്യൂസ് വിഷനില്ല. ബാഗിൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും മറ്റും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിനിടയിൽ ഏതു മൂളി. ചേട്ടാ, ഇപ്പോഴാ ആളെ പിടി കിട്ടിയത്. എടാ, അതാ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടർ ഷെറിൻ മാത്യു അല്ലേടാ? അതെ. എന്റെ ദൈവമേ, ഇപ്പൊ ട്രെയിനിന് കൊണ്ട് തലവെച്ചതുപോലെ ആയേനെ. കഷ്ടിച്ച് രക്ഷപ്പെട്ട്. അവളെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ലേ. എന്തു പറ്റിയടാ? എന്ത് പറ്റിയെന്ന? ഈടാ, അതൊരു ആറ്റം ബോംബാണ്. അവളുടെ അടുത്ത് ഉടക്കാൻ പോയവന്മാരെ കണ്ടില്ല, കൊട്ടക്കണക്കിനാ വാങ്ങിച്ചു കൂട്ടിയിട്ടുള്ളത്. ചുരുങ്ങിയത് ഒരു 5-6 കേസെങ്കിലും ഉണ്ട് പുള്ളിക്കാരുടെ പേരിൽ. കഴിഞ്ഞ മാസം തന്നെ സിനിമ തിയേറ്ററിൽ വെച്ച് ഒരുത്തന്നെ ഹെൽമെറ്റിനാണ് അടിച്ച് മൂക്ക് പൊളിച്ചത്. തോണ്ടിന്നും പറഞ്ഞിട്ടേ. എന്റെ പൊന്നു മോനെ, ഞാൻ പറഞ്ഞതില്ല, നീ അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞേക്ക്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നീ ഒന്നും കേട്ടിട്ടില്ല, നമ്മൾ തമ്മിൽ ഒരു പരിചയവുമില്ല. അത് കലക്കി. നീ വാ, നമുക്ക് ഇറങ്ങാം. ഏതോ ശ്രീകുമാറിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചതിന് ശേഷം താഴെ ചെന്ന് ശ്രീകുമാറിന്റെ ബൈക്കിൽ തന്നെ ഓഫീസിലേക്ക് തിരിച്ചു. അവരിരുവരും അന്ന് കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തി. CEO സുഖദേവ് സാറിനെ കണ്ട് ഓഫർ ലെറ്റർ സൈൻ ചെയ്ത ശേഷം അവൻ ജോയിൻ ചെയ്തു. ശ്രീകുമാർ തന്നെ യദുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. ആകെ 25 പേരോളമുണ്ട് ഓഫീസിൽ. 5 ടീമുകൾ. ടീമുകൾക്കെല്ലാം പല വർക്ക് ഷെഡ്യൂളാണ്. യദുവിന്റെ ടീമിൽ അവൻ ഉൾപ്പെടെ 6 പേരാണുള്ളത്. ടീം ലീഡർ ഒരു പാലക്കാരൻ അച്ചായനാണ്, തോമസ് വർക്കി. പിന്നെ എറണാകുളത്ത് തന്നെയുള്ള സ്വപ്ന, തൃശൂർക്കാരനൊരു സന്ദീപ്, കോട്ടയംകാരൻ നിത പോൾ, പിന്നെ ശ്രീകുമാറും. എല്ലാവരെയും പരിചയപ്പെട്ട ശേഷം ശ്രീകുമാർ തന്നെ ടീമിന്റെ ഇപ്പോഴുള്ള പ്രൊജക്ട് ഡീറ്റെയിൽസും യദുവിന് പറഞ്ഞു കൊടുത്തു. അന്ന് വൈകുന്നേരം പോകാൻ സമയമായപ്പോൾ ശ്രീകുമാറിന് അത്യാവശ്യമായി ടൗണിൽ പോകേണ്ടത് കൊണ്ട് യദു എങ്ങനെ തിരികെ പോകുമെന്നതായി. യൂബർ വിളിക്കാമെന്ന് ശ്രീകുമാർ പറഞ്ഞ ഉടനെ നിത ചാടിക്കേറി യദുവിനെ ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം എന്നേറ്റു. നിത, എനിക്ക് പക്ഷേ കുറച്ച് പർച്ചേസ് കൂടി ഉണ്ട് കേട്ടോ. വലിയ പരിചയമില്ലാത്ത നിതയെ ബുദ്ധിമുട്ടിക്കുന്നതിന്റെ മടി കാരണം യദു പറഞ്ഞു. സോ വാട്ട് യദു, ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം. എന്തായാലും റൂമിൽ പോയിട്ട് എനിക്കൊന്നും വലിയ പരിപാടിയൊന്നുമില്ല. നിത ഒരു വായാടിയാണ്, ഒരു കൊച്ചു സുന്ദരിയും. വെട്ടുകിളിയെപ്പോലെ കലവില ചിലച്ചുകൊണ്ട് അവനോടൊപ്പം മാളിൽ നടന്ന അവളെ പലരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് സിംഗിളാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്തിനാ വാങ്ങുന്നേ? അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം അവൻ വാങ്ങുന്നത് കണ്ടതും അവൾ ചോദിച്ചു. പുറത്തു നിന്ന് കഴിക്കാൻ വലിയ താല്പര്യമില്ല, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നെ പാചകം ചെയ്യുകയാണ് പതിവ്. അവൻ പറഞ്ഞത് കേട്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. അപ്പൊ നിനക്ക് കുക്ക് ചെയ്യാനൊക്കെ അറിയോ? കുറച്ചൊക്കെ. അത് കൊള്ളാം. എനിക്കന്നേ കുക്ക് ചെയ്യാൻ വല്ലാത്ത മടിയാ. നിന്നെ പോലെ കുക്ക് ചെയ്യാൻ അറിയാവുന്ന ആരെങ്കിലും കിട്ടിയാ ഞാൻ രക്ഷപ്പെട്ടു. അവളുടെ ആ ചാട്ടം എങ്ങോട്ടാണെന്ന് മനസ്സിലായതും അവൻ വെറുതെ ഇളിച്ചു കാണിച്ചു. 7 മണിയോടെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നിതയുടെ സ്കൂട്ടിയിൽ തന്നെ വീടിന് മുന്നിലെത്തി ഗേറ്റ് തുറക്കാൻ ഇറങ്ങിയപ്പോൾ മുകളിലെ കൈവരിയിൽ പിടിച്ച് താഴേക്ക് നോക്കി നിൽക്കുന്ന വേദികയെ കണ്ട് അവൻ കൈ ഉയർത്തി വീശി.
അവനെ കാണുമ്പോഴൊക്കെ അവളുടെ കണ്ണുകളിൽ നിറയുന്ന തിളക്കം അവനെ അസ്വസ്ഥനാക്കാറുണ്ടായിരുന്നു. ഇനിയും ഒരു വേദന താങ്ങാനുള്ള കെൽപ്പില്ല മനസ്സിന്. നിതയെ മുകളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പാക്കറ്റുകളുമായി മുകളിലേക്ക് കയറുമ്പോൾ യദു ചിന്തിക്കുകയായിരുന്നു. ഷെറിൻ എന്ന് ഔട്ട്ഡോർ പ്രോഗ്രാം ഉണ്ടായിരുന്നത് കൊണ്ട് വേദിക ഒറ്റയ്ക്കാണ് വൈകുന്നേരം ഓഫീസിൽ നിന്നും വന്നത്. വന്നൊന്ന് ഫ്രഷായി മുറിക്കുള്ളിലിരുന്ന് ബോറടിച്ചപ്പോൾ അവൾ പുറത്തേക്കിറങ്ങി കായലിന്റെ ഭംഗിയം ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. യദുവിന്റെ മുറിയിലേക്ക് നോക്കിയപ്പോൾ അത് പൂട്ടിക്കിടക്കുന്നത് കണ്ടു. അവൻ ഓഫീസിൽ നിന്നും എത്തിയിട്ടുണ്ടാകില്ല. ഇന്ന് ഷെറിൻ ലേറ്റ് ആവുകയാണെങ്കിൽ താനും യദുവും മാത്രമേ ഉണ്ടാകൂ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വെപ്രാളം തോന്നി. അവനോട് എങ്ങനെ പെരുമാറണം, എന്തു പറയണമെന്നോർത്ത് അവളുടെ മനസ്സ് വേവലാതിപ്പെട്ടു. അതും ആലോചിച്ച് നിൽക്കുമ്പോഴാണ് താഴെ ഒരു മഞ്ഞ കളർ സ്കൂട്ടി വന്ന് നിൽക്കുന്നത് അവൾ കണ്ടത്. മുന്നിൽ അതേ കളറുള്ള ഹെൽമെറ്റും വെച്ച് ഒരു പെൺകുട്ടി. പുറകിൽ ഈശ്വര, അത് യദുവല്ലേ? അപ്പൊ പെങ്കുച്ചാരാ? അവൾക്ക് എന്തെന്നില്ലാത്തൊരു പരവേശം തോന്നി. യദു കയ്യിൽ കുറെ കിറ്റുകളും തൂക്കി സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങി മുകളിലേക്ക് നോക്കി ആ കുട്ടിയോട് എന്തോ പറയുന്നുണ്ട്. അത് കേട്ട ആ പെൺകുട്ടി ഹെൽമെറ്റ് ഊരി മുകളിൽ നിൽക്കുന്ന അവളെ നോക്കി ചിരിക്കുന്നു. ഒരു കോഴിക്ക് മറ്റൊരു കോഴിയെ കണ്ടുകൂടാ എന്ന സത്യം പിടക്കോഴികൾക്കും ബാധകമാണെന്ന് വേദിക തിരിച്ചറിയുകയായിരുന്നു. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്ന യദുവിന് പിന്നാലെ നിതയും കയറി വന്നു. വേദ, ഇത് നിത, എന്റെ കൊളീഗാണ്. പിന്നെ നിത, ഇത് വേദിക, അപ്പുറത്തെ പോർഷനിൽ താമസിക്കുന്നു. ന്യൂസ് വിഷനിലാണ് വർക്ക് ചെയ്യുന്നത്. വേദികയുടെ അടുത്തെത്തിയതും യദു അവരെ പരിചയപ്പെടുത്തി. നിത ഷെയ്ക്ക് ഹാൻഡിനായി കൈ നീട്ടി. ഗുസ്തിക്ക് മുന്നോടിയായി എതിരാളിക്ക് കൈ കൊടുക്കാൻ നിൽക്കുന്ന ഫയൽവാനെ പോലെയാണ് നിതയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കൈ നീട്ടിയ വേദികയുടെ മുഖഭാവം കണ്ട യദുവിന് തോന്നിയത്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിപ്പോയ യദുവിന് പിന്നാലെ നിതയും പോകുന്നത് കണ്ട് വേദിക കൈകൾ കൂട്ടിത്തിരുമി പല്ലിറുമി. കുറച്ചു നേരം നോക്കി നിന്നിട്ടും അവരെ പുറത്തേക്ക് കാണാതെ ആയപ്പോൾ കുശും പൊട്ടുമില്ലാത്ത മനസ്സുമായി ഇരിക്കപ്പൊറുതിയില്ലാതെ അവൾ പതുക്കെ മുറിക്കകത്തേക്ക് കയറി. അവിടെ നിന്ന് ഹാളിലേക്ക് നോക്കിയപ്പോൾ അടുക്കളയിൽ നിന്നും സംസാരം കേട്ടു. അടുക്കളയിൽ എന്താണ് അവ രണ്ടും കൂടി പരിപാടി എന്ന് നോക്കാം. തലയിൽ മുണ്ടിട്ട് കുപ്പി മേടിക്കാൻ ബീവറേജസിന്റെ മുന്നിൽ നിന്ന് എത്തി നോക്കുന്ന പ്രായം തികയാത്ത കുടിയനെ പോലെ അടുക്കളയുടെ വാതിൽക്കൽ നിന്നും താളം ചവിട്ടുന്ന വേദികയെ കണ്ട് യദു വിളിച്ചു. ഹലോ അസിസ്റ്റന്റ്, ഇങ്ങ് വന്നേ, ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ സഹായിക്കേ. ആ വിളി കേട്ടതും ഒറ്റച്ചാട്ടത്തിന് വേദിക അടുക്കളയ്ക്കകത്തേക്ക് കയറി. അസിസ്റ്റന്റോ? നിതയാണ് ചോദിച്ചത്. യെസ്, വേദികയ്ക്ക് കുക്കിംഗ് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ എന്റെ അസിസ്റ്റന്റ് ആക്കിയേക്കുവാ. അയ്യോ, എങ്കിൽ ഞാനും വന്നേനെ, എനിക്കും പഠിക്കായിരുന്നു. ശോകഭാവത്തിൽ നിത പറയുന്നത് കേട്ടതും വേദികയ്ക്ക് അങ്ങ് ചൊറിഞ്ഞു കയറി. അങ്കിള് സമ്മതിക്കില്ലെന്നേ, പുറത്തുനിന്ന് ആരും ഇവിടെ കയറാൻ പാടില്ലെന്ന റൂള്. കഷ്ടമല്ലേ, നിത കൂടി ഉണ്ടായിരുന്നേ എനിക്കൊരു കൂട്ടായനെ. അതേ ശോകം സ്വന്തം മുഖത്തും വാരി വിതറിക്കൊണ്ട് പറഞ്ഞിട്ട്, ചേട്ടാ എന്നെ കണ്ടാൽ കിണ്ണം കട്ട പോലെ തോന്നുമോ എന്ന മട്ടിൽ അവൾ യദുവിനെ നോക്കി ചിരിച്ചു. അവളുടെ ആ നല്ല മനസ്സ് മനസ്സിലായ മട്ടിൽ യദു ചിരി അമർത്തി തലയാട്ടി. എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞതും നിത യാത്ര പറഞ്ഞിറങ്ങി. പോകാൻ നേരം അവൾ വേദികയെ ഒന്ന് അടിമുടി നോക്കി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് കവളിൽ കവിൾ മുട്ടിച്ചു. അതോടൊപ്പം മനസ്സിൽ ചോദിക്കുകയും ചെയ്തു, നീ അവൻ ഒറ്റക്കങ്ങ് തിന്നാൻ പോവുകയാ അല്ലേടി? അതേപോലെ ചിരിച്ചും കൊണ്ട് അവളെ തിരികെ കെട്ടിപ്പിടിച്ചിട്ട് വേദികയും മനസ്സിൽ പറഞ്ഞു, അതേടി പുല്ലേ, നിന്നെ ഇനി പരിസരത്ത് കണ്ടുപോകരുത്. അവർ പരസ്പരം ചോദിക്കുകയും പറയുകയും ചെയ്തത് മറ്റാരും കേട്ടില്ലെങ്കിലും അവർ രണ്ടുപേരും കേട്ടു. രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവുകയും ചെയ്തു. മറ്റേ പൊട്ടനാകട്ടെ രണ്ട് പെൺപിള്ളേര് തമ്മിൽ കണ്ടുകഴിഞ്ഞാൽ എത്ര പെട്ടെന്നാ കൂട്ടാകുന്നത് എന്നും ഓർത്ത് അത്ഭുതപ്പെട്ടു നിന്നു. നിത പോയി കഴിഞ്ഞതും യദു റൂമിൽ കയറി ഫ്രഷ് ആയി തിരികെ എത്തിയപ്പോൾ വേദിക ഹാളിൽ ടിവിയും കണ്ടിരിക്കുകയായിരുന്നു. ഹലോ, ഇങ്ങനെ ഇരുന്നാ മതിയോ? രാത്രിയത്തേക്ക് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കണ്ടേ? യദുവിന്റെ ചോദ്യം കേട്ട് അവൾ ടിവിയിൽ നിന്നും ശ്രദ്ധ തിരിച്ച് അവനെ നോക്കി. ഞാൻ റെഡി, എന്നതാ ഉണ്ടാക്കുന്നേ? ചപ്പാത്തിയും ചിക്കനും വേണോ അതോ കഞ്ഞിയാക്കണോ? അയ്യേ, കഞ്ഞിയോ? കഞ്ഞിയെന്ന് കേട്ടപ്പോ നിനക്കത് ഇത്ര പുച്ഛം? എനിക്കിഷ്ടല്ല. അവൾ മുഖം ചുളിച്ചു. അതെ, നല്ല ചെമ്പാവരുടെ ആവി പറക്കുന്ന കഞ്ഞിയിലെ അല്പം നെയ്യും ഉപ്പുമിട്ട് കീറി മുളകിട്ട് വറുത്ത പപ്പടവും തേങ്ങാ ചമ്മന്തിയും അതോടൊപ്പം കൂർക്ക നല്ലതുപോലെ വെളിച്ചെണ്ണയിട്ട് തേങ്ങാക്കൊത്തും ചേർത്ത് ഉലർത്തിയെടുത്ത മെഴുക്കുപുരട്ടിയും പിന്നെ അല്പം കടുമാങ്ങയും അതിങ്ങനെ ചൂടോടെ കോരി കുടിക്കുന്നതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ മോളെ.
നിന്റെ ഈ തുടുത്ത ചുണ്ടുപോലെ മധുരവും എരിവും നിറഞ്ഞതായിരിക്കും. അവൻ പറഞ്ഞ ആ കഞ്ഞിയുടെ വർണ്ണനയിൽ രസിച്ചിരുന്ന അവൾ അവസാനം പറഞ്ഞ വാക്കുകൾ കേട്ടൊന്ന് ഞെട്ടി. പനി പിടിച്ചതുപോലെ അവളുടെ ദേഹം കുളിർന്നു. ഇരച്ചു കയറിയ രക്തം കവിളിൽ ചുവപ്പ് രാശി പടർത്തി. പിടയുന്ന കണ്ണുകൾ വേഗത്തിൽ ചിമ്മി തുറന്നുകൊണ്ട് അവൾ അവനെ നോക്കി. ഹൃദയത്തിൽ മൂടിവെച്ചിരുന്ന പ്രണയം കെട്ടുപൊട്ടിച്ച് മിഴികളിലേക്ക് ഒഴുകിയെത്തിയതറിയാതെ അവൾ അവന്റെ മുന്നിൽ നിന്നു. ആ മിഴികളുടെ ആഴങ്ങളിൽ സ്വയം നഷ്ടപ്പെടുമെന്ന് മനസ്സിലായതും അറിയാതെ വീണുപോയ വാക്കുകളിൽ സ്വയം പരിതപിച്ചുകൊണ്ട് അവൻ വേഗം അവളുടെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു. ഏയ് വേദ, വരുന്നില്ലേടാ? അല്പം നടന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴും അവൾ അതേ ഇരിപ്പ് തുടരുന്നത് കണ്ട് അവൻ വിളിച്ചു ചോദിച്ചു. ഒന്ന് മൂളിയ ശേഷം എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്ന അവളുടെ കാലുകൾക്ക് ഭാരം കൂടിയിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. സോറി വേദ, ഞാൻ പെട്ടെന്ന് ഒന്നും ഓർക്കാതെ പറഞ്ഞു പോയതാ, മറ്റൊന്നും വിചാരിക്കരുതേ. ഐ ആം എക്സ്ട്രീംലി സോറി. അടുക്കളയിൽ എത്തിയിട്ടും അവന്റെ മുഖത്തേക്ക് നോക്കാതെ മിഴികൾ താഴ്ത്തി നിന്ന് അവളുടെ മുന്നിൽ വന്ന് അവൻ പറഞ്ഞു, സാരമില്ല. അങ്ങനെ പറഞ്ഞെങ്കിലും ആ വാക്കുകൾ നൽകിയ സന്തോഷം അവളിൽ പൂത്തുലഞ്ഞു തന്നെ നിന്നു. യദു പറഞ്ഞതുപോലെ കഞ്ഞിയും ചമ്മന്തിയും കറിയുമെല്ലാം അവർ രണ്ടുപേരും കൂടി വേഗത്തിൽ തന്നെ തയ്യാറാക്കി. ഓരോന്നും എങ്ങനെയൊക്കെയാണ് ശരിയാക്കേണ്ടതെന്ന് അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുക മാത്രമല്ല അവളെ കൊണ്ട് ചെയ്യിക്കുകയും കൂടി ചെയ്തു. പക്ഷേ അല്പം മുമ്പ് കേട്ട വാക്കുകൾ പിടിച്ചുലച്ചുയർത്തിയ പ്രണയത്തിന്റെ മാറ്റുലികൾ നിറഞ്ഞ മനസ്സുമായി മതിമറന്നു നിന്നിരുന്ന അവൾ അതെല്ലാം എത്ര കണ്ട് മനസ്സിലാക്കിയെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയൂ. ഷെറിൻ എത്തിയപ്പോഴേക്കും അവർ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു. കഞ്ഞി വേണേ കുടിക്കാമെന്ന് യദു പറഞ്ഞപ്പോൾ വേണ്ട, ഞാൻ പുറത്തു നിന്നും കഴിച്ചു എന്ന് ഷെറിൻ പറഞ്ഞെങ്കിലും ടേബിളിൽ നിരത്തിയ വിഭവങ്ങളും ആവി പറക്കുന്ന കഞ്ഞിയും കണ്ട ഉടനെ തന്നെ അവളും പോയി ഒരു പാത്രം എടുത്തുകൊണ്ടുവന്ന് അവരുടെ കൂടെ കൂടി. ഈ ന്യൂ ഇയറിന് ഞാനും ശ്രീകുമാറും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം വരെ ബൈ ബൈക്ക്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടാം. കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യദു പറഞ്ഞത് കേട്ട് അവരവനെ നോക്കി. ഇവിടെ നിന്ന് 31 വെളുപ്പിന് തന്നെ പുറപ്പെടും. അവിടെ പൂവാർ എസ് റിസർവ് റിസോർട്ടിലാ സ്റ്റേ. അത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം ഒരു 34 കിലോമീറ്ററോളം ഉണ്ട്. കായലിനും കടലിനും നടുവിലാ ആ റിസോർട്ട്. ന്യൂ ഇയർ അവിടെ ആഘോഷിക്കാനാ ഞങ്ങളുടെ പരിപാടി. താല്പര്യമുണ്ടെങ്കിൽ വരാം. ഞങ്ങൾ ഓൾറെഡി റൂം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റൂം കൂടി ബുക്ക് ചെയ്യാം. എന്തു പറയുന്നു? അതിന് ആലോചിക്കാനൊന്നുമില്ല, വി ആർ ഇൻ. ഷെറിൻ ഉടനടി തന്നെ മറുപടി കൊടുത്തു. കൂൾ. യദു അപ്പോൾ തന്നെ റിസോർട്ടിൽ വിളിച്ച് അവർക്കുള്ള റൂമുകൾ കൂടി ബുക്ക് ചെയ്യുകയും ചെയ്തു. യദു, ബൈക്ക് യാത്രയാണെങ്കിൽ ഹൈ റേഞ്ചല്ലേ കുറെ കൂടി നല്ലത്? ഷെറിൻ ഇടയ്ക്ക് കയറി തന്റെ സംശയം കൂടി ചോദിച്ചു. അത് നമുക്ക് അടുത്ത പ്രാവശ്യം പ്ലാൻ ചെയ്യാം. ഓക്കെ ഓക്കെ, ഡൺ. വേദ എന്താ ഒന്നും പറഞ്ഞില്ലല്ലോ? അപ്പോഴും ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്ന വേദികയോട് അവൻ ചോദിച്ചു. ഞാൻ എപ്പോഴേ റെഡി. അവന്റെ ആ ചോദ്യം കേട്ട് ചിന്തകളിൽ നിന്നും ഞെട്ടി ഉണർന്ന വേദിക മറുപടി പറഞ്ഞു. തുടരും. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു.